രാമേന്ദ്രൻ, ഹോർമുസ് വീണ്ടും അടച്ചു. അപ്പോൾ നമ്മൾ പൊതുവെ കരുതുന്നത് ഒരു സമാധാന കരാർ ഉണ്ടാക്കി അത് ടോർപ്പിഡ് ചെയ്യാൻ ബോധപൂർവം ഇസ്രായേൽ പരിശ്രമിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇസ്രായേലല്ലോ, ട്രംപ് പറഞ്ഞിട്ടായിരിക്കും ഇസ്രായേൽ അങ്ങനെ ലെബനിൽ ആക്രമണം തുടരുകയും അത് വലിയ രീതിയിലേക്ക് വികസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അതല്ലാതെ ഇസ്രായേലിൻ്റെ തന്നിഷ്ടപ്രകാരം നടക്കുന്ന ഒരു അക്രമമായിട്ട് അതിനെ കണക്കാക്കാൻ പറ്റും. മുമ്പ് ഒരു ചർച്ചയിൽ ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഇറാൻ ഈ വെടിനിർത്തൽ കരാറിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം അവർക്ക് ട്രംപിന് വിശ്വാസമില്ല. ഇത് ട്രംപും നെതന്യാഹുവും തമ്മിൽ നടത്തുന്ന ഒരു കളി എന്നാണ് അവർ കണക്കാക്കിയിരുന്നത് അല്ലേ. കാരണം അവരെപ്പോഴും ഒരു കണ്ടീഷനായിട്ട് പറയുന്നത് അവരുടെ നിഴൽ സേനകളുണ്ടല്ലോ, ഹിസ്ബുല്ല, ഹൂത്തി തുടങ്ങിയവര്, ഇവരും കൂടി കരാറിന്റെ ഭാഗമാകണം എന്ന് ഇറാൻ എപ്പോഴും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസവും അവിടെ ആക്രമണം നടത്തി 8 പേര് ലെബനനിൽ കൊല്ലപ്പെട്ടു. ഇസ്രായേൽ ആക്രമണം. കാരണം വെടിനിർത്തൽ കരാറിന്റെ ഭാഗമാണല്ലോ ലെബനനിൽ ഇനി ആക്രമണം നടത്തില്ല എന്നുള്ളത് ആ 14 വ്യവസ്ഥകളിൽ ഒരു വ്യവസ്ഥയാണ്. അതിൻ്റെ കരാറിൻ്റെ ലംഘനമാണ്, വിശ്വാസത്തിൻ്റെ ലംഘനമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇറാൻ ഇപ്പോൾ ഹോർമുസ് അടച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ലംഘിക്കാൻ വേണ്ടിയിട്ട് കരാറുണ്ടാക്കുന്നത് എന്തിന് എന്ന് ഇറാൻ ചോദിക്കുന്നതിൽ കാര്യമുണ്ട്. അപ്പോൾ ഇറാൻ്റെ സംയുക്ത സൈനിക കമാൻഡ് ഗത്തം അൽ അൻബിയ ആണ് ഇത് അടച്ചതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഞങ്ങളിത് അടക്കുകയാണ്. അമേരിക്കയും ഇസ്രയേലും വെടിനിർത്തൽ കരാർ ലംഘിച്ചു. ഇത് ഞങ്ങളുടെ ഒരു ആദ്യത്തെ പ്രതികരണം മാത്രമാണ്. രൂക്ഷമായ പ്രതികരണങ്ങൾ പിന്നാലെ എന്നാണ് ഇറാൻ്റെ മുന്നറിയിപ്പ്. ഈ അടയ്ക്കൽ എന്ന് പറയുന്നത് ഒരു തുടക്കം മാത്രമാണ് എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ JD വാൻസ് സ്വിറ്റ്സർലൻഡിൽ തുടർന്നുള്ള ചർച്ചകൾക്ക് യാത്രയായിട്ടുണ്ട്. അല്ല, നേരത്തെ ഈ സമാധാന കരാർ വെക്കുന്ന സമയത്ത് തന്നെ ഇത് തുടക്കം മാത്രമാണല്ലോ, സമാധാന കരാർ പൂർണ്ണമാവുന്നില്ല. പല ചർച്ചകളൊക്കെ നടത്തിയ 6 മാസം അങ്ങനെയാണല്ലോ പറഞ്ഞേ. അപ്പൊ പിന്നെ ഇങ്ങനെ സംഭവിച്ചാൽ അതിന് തുടർച്ച ഉണ്ടാവില്ല എന്നർത്ഥം അല്ലേ? അതാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ സ്വിറ്റ്സർലൻഡിൽ ഖാലിഫാഫും പോകുന്നുണ്ട്, ബാൻസും അങ്ങോട്ട് യാത്രയായിട്ടുണ്ട് തുടർന്നുള്ള ചർച്ചകൾക്ക്. പക്ഷെ ഈ ബാൻസ് ചർച്ച ചെയ്യുമ്പോഴൊക്കെ 5 മിനിറ്റ് പുറത്തേക്ക് പോയിട്ട് ഞാൻ ഒരാളോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ ട്രംപിനോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയാണ് അങ്ങേര് ഇസ്ലാമാബാദിൽ ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് അന്ന് പറയുന്നത്, ചർച്ചകളിലൊക്കെ റിപ്പോർട്ടുകളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇസ്രയേല് ഹിസ്ബുല്ലയെ ആക്രമിക്കുന്നു. വെള്ളിയാഴ്ച വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷം വിറ്റ്കോഫിനും സ്വിറ്റ്സർലൻഡിലേക്ക് ആദ്യ ഊഴ ചർച്ചയ്ക്ക് അയക്കുന്നതായിട്ട് ട്രംപ് പറഞ്ഞിരുന്നു. അപ്പോൾ ഇറാൻ്റെ ടീം സ്വിറ്റ്സർലൻഡിലേക്ക് പോകുന്നുണ്ട്. 16 പേര് ഇന്നലെ ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ ലെബനനിൽ കൊല്ലപ്പെട്ടതിൻ്റെ പിന്നാലെ ആണ് ഇറാൻ ഹോർമുസ് ഞങ്ങൾ അടയ്ക്കുന്നു എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പിന്നെ വളരെ അസാധാരണമായ ഒരു കുറിപ്പ് ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് എഴുതിയിട്ടുണ്ട്. അത് ട്രംപ് പറയുന്നത് ഈ കരാറ് പൊളിയുകയാണെങ്കിൽ ഞങ്ങൾ ഹോർമുസിൽ ടോൾ പിരിക്കും ഇന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇതിൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രഖ്യാപനം. ഇയാള് ഒരു കച്ചവടക്കാരനാണല്ലോ ട്രംപ്. അയാളെല്ലാ ഇടപാടിലും ഈ സ്വന്തം കുടുംബത്തിന്റെ ഒരു കച്ചവടവും കൂടി അതിൻ്റെ അകത്ത് ഇങ്ങനെ ചേർത്ത് വയ്ക്കും. ഇയാൾ മുമ്പ് തന്നെ 1 മാസം മുമ്പ് തന്നെ ഇറാനോന്റെ മുമ്പിൽ ഒരു ഡിമാൻഡ് വെച്ചിരുന്നു, നമുക്ക് ഒന്നിച്ച് ഈ ടോൾ പിരിച്ചാലോ ഹോർമുസില്. വലിയ കച്ചവടമാണല്ലോ. കാരണം ഓരോ ചരക്ക് കപ്പലും കോടികൾ അവിടെ കെട്ടിവെച്ചിട്ട് വേണം പിന്നെ അതുവഴി അത് വലിയ പൈസ. പക്ഷെ ആ അപകടം അവർക്ക് മനസ്സിലായതുകൊണ്ട് അവരെന്ത് ചെയ്തു, അവർ മിഡിൽ ഈസ്റ്റ് അതോറിറ്റി എന്നുള്ള പേരിൽ ഒരു അതോറിറ്റി ഉണ്ടാക്കിയിട്ട് ടോൾ പിരിക്കാൻ പോവുകയാണ്. ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ ടോൾ പിരിക്കുന്ന ഇറാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഇറാനും ഒമാനും കൂടി ചേർന്നിട്ടാണ് ടോൾ പിരിക്കാൻ പോകുന്നത്. അപ്പം ഇങ്ങനെയാണെങ്കിൽ ട്രംപ് ഞങ്ങൾ ഈ കരാർ കുഴപ്പത്തിലായാൽ ഞങ്ങൾ അമേരിക്ക ടോൾ പിരിക്കും എന്ന് പറയുന്നുണ്ടെങ്കിൽ അതാണ് അയാളുടെ ലക്ഷ്യമെങ്കിലോ ഈ സമാധാന കരാർ പൊളിയണം. അങ്ങനെയാണെങ്കിൽ അയാളുടെയും മക്കളുടെയും കുടുംബത്തിന് കരാർ പിരിക്കാം എന്നൊരു ദുർദ്ദേശം, ദുഷ്ടലാക്ക് ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന് ഈ പ്രസ്താവന കേട്ടാൽ നമുക്ക് തോന്നും.
അപ്പോൾ ഗാർഡിയൻ ഏഞ്ചൽ എന്നുള്ള നിലയ്ക്കാണ് ടോൾ പിരിക്കുക. അയാൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ അറബ് രാജ്യങ്ങളെ മുഴുവൻ സംരക്ഷിക്കുന്നുണ്ട്, ഇത്തരം പൈസ ഞങ്ങൾ ചെലവാക്കി, ഞങ്ങൾക്ക് തിരിച്ചെന്തെങ്കിലും കിട്ടണ്ടേ, അതുകൊണ്ട് ഞങ്ങൾ ടോൾ പിരിക്കാം. ഈ സമാധാന കരാർ പൊളിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ടോൾ പിരിക്കാം. ഗൾഫ് രാജ്യങ്ങൾക്ക് വേണ്ടി ഇതുവരെ നൽകിയ സേവനത്തിന്റെ പേരിൽ ഞങ്ങൾ ടോൾ പിരിക്കാം. 60 ദിവസത്തേക്ക് എന്തായാലും ടോൾ ഉണ്ടാവില്ല. 60 ദിവസം കഴിഞ്ഞാലും അമേരിക്ക ടോൾ പിരിച്ചില്ല എങ്കിൽ ടോൾ ഇല്ല. ഇതാണ് ഇയാളുടെ വാചകം. അതായത് ടോൾ പിരിക്കണെങ്കിൽ അത് അമേരിക്ക ആയിരിക്കും പിരിക്കുന്നത്. അമേരിക്ക പിരിക്കുമ്പോൾ അതിന്റെ മിക്കവാറും തന്നെ അതിന്റെ ഏജൻസി എന്ന് പറഞ്ഞാൽ ഇയാളുടെ കുടുംബമായിരിക്കും. അല്ലാണ്ട് അമേരിക്കക്ക് വലിയ കാര്യമൊന്നും അതിനകത്ത് ഉണ്ടാകാനുള്ള സാധ്യതയും ഇല്ല. അപ്പോൾ ഇയാൾ അടിസ്ഥാനപരമായിട്ട് കച്ചവടക്കാരനാണ്. അമേരിക്കയെ കച്ചവടം ചെയ്യലാണ് ഇയാൾ പ്രധാനമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കരാറുണ്ടാക്കി ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നെതന്യാഹുവിനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കും അവിടെ ഒരു 5-6 കൊന്നാക്കുന്നത്, അല്ലേ? അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ആണ് ഈ കാര്യങ്ങൾ പോകുന്നതെങ്കിൽ എങ്ങനെയാണ് ഒരു സമാധാനം എന്ന് പറയുന്ന സാധനം അവിടെ ഉണ്ടാവുന്നതിനെ കുറിച്ച് സങ്കല്പിക്കാനായിട്ട് കഴിയുക? ഇറാൻ സമാധാനം ഉണ്ടാവുന്ന കരുതുന്നതായിട്ട് അവരുടെ ഒരു പ്രസ്താവനയിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. എന്ന് വെച്ചാൽ യാഥാർത്ഥ്യബോധത്തോടെ ആണ് അവർ ഈ കാര്യത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ തുടർച്ചയാണ് പ്രധാനം. ഇപ്പം നമ്മൾ കടലാസിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇനിയുള്ള 30 ദിവസം 60 ദിവസം എങ്ങനെ ഇത് നടന്നു പോകുന്നു എന്നുള്ളത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. പിന്നെ അമേരിക്കയ്ക്ക് ഇതിൽ വലിയ ലാഭമില്ല എന്നുള്ളത് ലോകം ഇപ്പൊ അറിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ലാഭം ഉണ്ട് ഇനി വരുത്തേണ്ടത് ട്രംപിന്റെ ആവശ്യമാണ്. കാരണം അയാൾക്ക് നവംബറിലുള്ള അവിടുത്തെ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അവിടെ തെരഞ്ഞെടുപ്പ്, ഇസ്രയേലിലെ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്, പൊതു തെരഞ്ഞെടുപ്പ്. വീണ്ടും അയാൾക്ക് പ്രധാനമന്ത്രി ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് അവിടെ പറഞ്ഞു നിൽക്കാവുന്ന വിജയം അയാൾക്ക് കരാർ കൊണ്ടുണ്ടാവണം. അയാൾ കരാറിൽ കക്ഷി പോലും അല്ല. സ്വിറ്റ്സർലൻഡിലെ ചർച്ചയ്ക്കും ഇസ്രയേലിൽ നിന്ന് ആരും പോകുന്നില്ലല്ലോ. ഇതില് ഷഹബാസ് ഷെറീഫിന്റെ ഒപ്പുണ്ട്, 3 പേരുടെ ഒപ്പുണ്ട് സമാധാന കരാറിൽ. ട്രംപിന്റെ ഉണ്ട്, മറ്റേ പെസഷ്കിയാന്റെ ഉണ്ട്, ഷഹബാസ് ഷെറീഫിന്റെ ഉണ്ട്. നെതന്യാഹുവിന്റെ ഒപ്പം അതിലില്ലല്ലോ. ഇസ്രയേൽ കക്ഷിയല്ല. ഇസ്രയേൽ കക്ഷി ആകണ്ട എന്നുള്ളത് അമേരിക്കയുടെ നിർബന്ധമായിരുന്നിരിക്കും. കാരണം അവർ കക്ഷിയായാൽ അവർക്ക് ആക്രമിക്കാൻ പറ്റില്ലല്ലോ ലെബനനെ. അപ്പൊ അതുകൊണ്ട് ഈ ആഭ്യന്തര സമ്മർദ്ദങ്ങൾ ഇവരുടെയൊക്കെ മുകളിലുണ്ട്. അയാൾക്ക് വിജയം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ലോകത്തിന് അറിയാം, അമേരിക്ക. കാരണം യുറേനിയം സമ്പുഷ്ടീകരിക്കാൻ പോകുന്നുണ്ട്. ഹോർമുസിൽ അവര് ടോൾ പിരിക്കും എന്ന് അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. അവര് ഗൾഫിലൊരു ന്യൂ നോർമൽ കൊണ്ടുവന്നു. എങ്ങനെയാണ്? ഹോർമുസിൽ വഴി സ്വതന്ത്രമായിട്ട് കപ്പലുകൾ പോയിക്കൊണ്ടിരുന്നു. ഇയാൾ യുദ്ധം ഉണ്ടാക്കിയിട്ട് എന്ത് സംഭവിച്ചു? ഇറാൻ ഹോർമുസ് അടച്ചു. അപ്പൊ യുദ്ധം കൊണ്ട് ഹോർമുസ് അടച്ചു. പിന്നെ അടച്ച ഹോർമുസ് തുറപ്പിക്കുക എന്നുള്ളതിന് വേണ്ടിയായി യുദ്ധം. ഇങ്ങനെയാണല്ലോ. ഇനി വീണ്ടും ഹോർമുസ് മുമ്പൊന്നും അടക്കില്ലായിരുന്നു, ഇപ്പൊ അത് വീണ്ടും അടച്ചിരിക്കുന്നു. അപ്പോൾ ഇറാൻ വീണ്ടും ഇറാന്റെ അധീശത്വം ഗൾഫ് രാജ്യങ്ങളുടെ മുമ്പിൽ പ്രകടമാക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളാണ് ഇനി അമേരിക്ക നിങ്ങളെ ഒന്നും രക്ഷിക്കാനുണ്ടാവില്ല, ഞങ്ങളാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുക എന്ന് വീണ്ടും ഇറാൻ ഇങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണിപ്പോൾ കാണുന്നത്. അതായത് ഇറാൻ കീഴടങ്ങുമെന്നും ഇറാനെ കീഴ്പ്പെടുത്തുമെന്നും കരുതുന്നതും ശരിയല്ല. അതായത് വെനസ്വേല പിടിച്ചു. വെനസ്വേലയിലെ എണ്ണ, ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ ശേഖരമുള്ളത് വെനസ്വേലയിലാണ്. അത് അമേരിക്കയുടെ സ്വന്തമായി. രണ്ടാമത് ഇറാനിലാണ്. ഇറാനിലെ എണ്ണയും കൂടി പിടിക്കാം. ഇറാനിലെ പക്ഷെ റിഫൈൻ ചെയ്യുന്നത് മുഴുവൻ ഗാർഗ് ദ്വീപിലാണ്. ഈ ഗാർഗ് ദ്വീപ് പിടിച്ചാൽ മതി ഇറാനെ വരുതിയിലാക്കാൻ. റിഫൈനറിയൊക്കെ അവിടെയാണല്ലോ. ഗാർഗ് ദ്വീപ് പിടിക്കാം. ഇയാൾ പ്രത്യേക ഫോഴ്സിനെയൊക്കെ അവിടെ അയച്ചിരുന്നു, വിമാനവാഹിനിയൊക്കെ അയച്ചിരുന്നല്ലോ. അങ്ങനെ ഉദ്ദേശിച്ചിരുന്നു, അത് നടപ്പായില്ല. അപ്പോ അതായത് വെനസ്വേലയിലെ പോലെ ഒരു രാത്രി കൊണ്ട് തീരാവുന്നതല്ല ഇറാൻ. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഇതിങ്ങനെ പോകുന്നത്. ഇനി ഇതെത്ര കാലം തുടരും എന്നുള്ളത് പറയാൻ പറ്റാത്ത ഒരു അനിശ്ചിതത്വം അവർ തന്നെ നിർമ്മിച്ചു വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാത്തിൻ്റെയും പിന്നിൽ ട്രംപാണ്. ട്രംപ് ഇങ്ങോട്ട് ചാടും, അങ്ങോട്ട് ചാടും. അതുകൊണ്ട് തീരുമാനം എങ്ങും എത്താതെ ഇങ്ങനെ തുടർക്കഥ പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ഇറാനെ സംബന്ധിച്ച് ഇറാന്റെ പിന്നിൽ എത്രയോ രാജ്യങ്ങളുടെ എന്താ പറയുക, രഹസ്യ പങ്ക്. ഇപ്പൊ ചൈനയെ പോലുള്ള രാജ്യങ്ങളില്ലേ, റഷ്യയെ പോലുള്ള രാജ്യങ്ങളൊക്കെ ഇറാന്റെ പിന്നിലുണ്ടല്ലോ.
ഇറാൻ അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുകയൊന്നുമില്ലല്ലോ. അവർക്ക് ആയുധം ഇല്ലാതായി പോവും എന്നല്ലേ ഇവരൊക്കെ വിചാരിച്ചിരുന്നത്. അവർക്ക് ആയുധം റീപ്ലനിഷ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ വേറെ ഏതോ ശക്തികൾ. അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ഇത്ര ആയുധം വരുമോ? പിന്നെ കരാർ നോക്ക്, കരാറിൽ മിസൈൽ പദ്ധതി അവസാനിപ്പിക്കുന്ന എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. മിസൈൽ പദ്ധതി തുടരുകയും ചെയ്യും. ഇറാൻ പറഞ്ഞെടുത്താണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ സ്വിറ്റ്സർലൻഡിൽ ഇതിൻ്റെ തുടർ ചർച്ചകളും അങ്ങനെ ഗുണത്തോടുകൂടി അവസാനിക്കണം എന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.